ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് ടൂർ പോയ വീഡിയോ ആണ്. മക്കളൊക്കെ വലിയ സന്തോഷമായിട്ട് രാവിലെ തന്നെ ടൂർ പോകാനായിട്ട് ആ ഒരു വൈബിലെത്തിയേക്കാണ്. അങ്ങനെ അവരെയൊക്കെ നമ്മൾ എണ്ണി കയറ്റുകയാണ് ബസ്സിനകത്തേക്ക്. അപ്പോൾ LKG മുതൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ടൂർ കൊണ്ടുപോയിട്ടുള്ളത്. പോയത് മാജിക് പ്ലാനറ്റിലും അതുപോലെ തന്നെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലുമാണ്. ഇവരൊക്കെയാണ് നമ്മുടെ സ്കൂളിൻ്റെ കുട്ടി കുറുമ്പന്മാർ കേട്ടോ. ഇവരില്ലെങ്കിൽ സ്കൂളുണ്ടോ നമ്മളുണ്ടോ? ഇല്ല. അങ്ങനെ വളരെ ആനന്ദകരമായ സന്തോഷപ്രദമായ ഒരു ഡേ ആയിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മാജിക് പ്ലാനറ്റിലെത്തി. ചെല്ലുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡാൻസ് ഒക്കെയാണ്. എന്താ പറയുക, ഒരുപാട് രസകരമായ പ്രോഗ്രാംസുകളായിരുന്നു അവിടെ നമ്മളെ കാത്തിരുന്നത്. ചെല്ലുമ്പോൾ തന്നെ ആദ്യം ചിരിക്കാത്ത ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. ആ മനുഷ്യനെ ചിരിപ്പിക്കുക എന്നതായിരുന്നു ആദ്യത്തെ ഒരു ടാസ്ക്. അതൊരു ടാസ്ക്കായിട്ട് എടുക്കണം, കാരണം ചിരിക്കില്ല എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഡാൻസിലേക്ക് പോകുന്നത്. പിന്നെ പറയാൻ വാക്കുകളില്ല, അത്രയും പ്രോഗ്രാമുകളായിരുന്നു. വൈകിട്ട് 5 മണി വരെ നമ്മളെ അവിടെ കാത്തിരുന്നത്. 5 മണി വരെ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. ഈ മനുഷ്യനാണ് ചിരിക്കാതെ നിൽക്കുന്നത്. ഞാൻ ചിരിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ ചിരിപ്പിക്കാൻ ശ്രമിച്ചാലും ചിരിക്കില്ല, അത്ര തന്നെ ചിരിക്കില്ല. ഞങ്ങൾ കരയുന്നോ? സ്കൂളിൽ വിടുവാന്നാണോ? ഏത് സ്കൂൾ? കഴിഞ്ഞു പോകിയേ. ഓക്കെ, പെർഫെക്റ്റ്. ഏതാണ് ഡിസ്ട്രിക്ട്? എല്ലാ പ്രോഗ്രാമുകളും ഇതിൽ ഉൾപ്പെടുത്തുക അസാധ്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ഒരു പെർഫോമൻസ് കാണാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആ മേജിക്കിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് തിരഞ്ഞെടുത്തത് നമ്മുടെ അൽറിഫ പബ്ലിക് സ്കൂളിൽ നിന്നും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഷാ സാറിനെയാണ്. അപ്പോൾ സാറാണ് ഇന്ന് അവരുടെ ആ ഒരു പെർഫോമൻസിലെ ഒരു മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ സാറിൻ്റെ തലത അതിനകത്തേക്ക് കയറ്റാൻ പോവുകയാണ്. ഒരു മാജിക്കാണ്. അവരാദ്യം ഒരു കുക്കുംബർ വെച്ച് കട്ട് ചെയ്തൊക്കെ കാണിച്ചു തന്നു. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇപ്പം എന്താ ഷാസാറിൻ്റെ തലയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ച് ഇരുന്ന് കണ്ട ഒരു ഷോ ആയിരുന്നു ഇത്. അതേപോലെ തന്നെ സാറിന്റെ ലെഫ്റ്റ് ഹാൻഡ് ഞാൻ കൈ പിടിച്ചിട്ടുള്ള ഇനി 2 കൈ ഓപ്പൺ ആക്കി വെച്ചേ. ഇങ്ങനത്തെ നിൽക്കണം കേട്ടോ. എല്ലാവരും കാണട്ടോ, വേറെ കൈകൾ അവിടെ തന്നെ ഉണ്ട്. അതിന്റെ സർ, ഐ തിങ്ക് യു ആർ ഗുഡ് ദേ, റൈറ്റ്? യെസ്. ഇനി 1 മണിക്കൂർ വേണമെങ്കിൽ നിൽക്കൂ അല്ലേ? എല്ലാം നിൽക്കുന്നതാണ്. ഓക്കെ, നല്ല ജസ്റ്റ് സപ്പോർട്ടിങ് പീപ്പിൾ, ജസ്റ്റ് സപ്പോർട്ടിങ്. ആൻഡ് സാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ലൈക്ക് 2 തിങ്സ്. ഇതെന്താന്ന് പറഞ്ഞേ? എക്സാക്ട്ലി ക്യാരറ്റ്. ആൻഡ് 2 ക്യാരറ്റ് 2 ചെറിയ ഹോൾസ് ഉണ്ട്. ആ 2 ചെറിയ ഹോളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കൈ തുറന്ന് നോക്കാം കേട്ടോ. പെർഫെക്റ്റ്. പേടിച്ചിട്ട് കഴിക്കില്ല കേട്ടോ. ഓൾറൈറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡെമോ. ആൻഡ് സർ, സ്കൂളിലെ ഓഡിയൻസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ബൈ. അയ്യോ, ഇറ്റ്സ് ലൈക്ക് സോ ഈസി. ബൈ ഗയ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ബൈ ബൈ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് നൗ സർ, ലെറ്റ്സ് മേക്ക് ഇറ്റ് ക്വിക്ക്. അത്രയൊന്നും പറയണ്ട. ഇന്ന് വന്നിട്ട് എന്തെങ്കിലും ഇമ്പോസിഷൻ തന്നിട്ട് സർ പോകുള്ളൂ സ്കൂളിൽ. 3 Whoa, wait. Another no.
ഇത് കഴിഞ്ഞ് സാറ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുന്നതായിരുന്നു സാർ പേടിച്ചോ എന്നൊക്കെ. ഇല്ല, നമുക്കറിയാമല്ലോ ഇത് മാജിക് ആണെന്ന്. അപ്പം നമ്മൾ ചോദിച്ചു എന്നാലും ചെറിയൊരു പേടി സാറിന് തോന്നിയില്ലേ ആ സമയത്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ലാസ്റ്റ് നിമിഷം ഇവിടെയോ ചെറിയൊരു ഭയം തോന്നി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് എങ്ങാനും പാളിച്ചെങ്ങാനും പറ്റിപ്പോവോ എന്ന് നമ്മൾ പേടിച്ച് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇത്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ മാജിക് പ്ലാനറ്റിൽ പോയിട്ടുള്ളവർക്കറിയാം, ഭിന്നശേഷിക്കാരായ ഒരുപാട് മക്കൾക്ക് അത്താണിയായ ഒരു വേദിയാണ് മാജിക് പ്ലാനറ്റ് എന്നാണ് എനിക്ക് തോന്നിയത് ഇത് മൊത്തം കണ്ടപ്പോൾ. ഞാൻ മുമ്പും പോയിട്ടുണ്ട് മാജിക് പ്ലാനറ്റ്. ഇപ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ കുറച്ചുകൂടിയൊക്കെ വിപുലമാക്കിയെടുത്ത പോലെ എനിക്ക് തോന്നി, ഒരു വ്യത്യാസം വന്നു എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് അത്രയും ഇണങ്ങി അവർക്ക് ഓരോ കാഴ്ചകളും വിസ്മയകരമായിട്ട് തോന്നി. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യാണ്. അവരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അവരെ അവിടെ കാത്തിരുന്നത്. കുഞ്ഞു മക്കൾക്ക് ഭയങ്കര രസമായിരിക്കും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ നിന്നുള്ള പെർഫോമൻസും മാജിക്കും സർക്കസും ഒക്കെ എല്ലാം ഒന്നിനൊന്നും മിച്ചം. വളരെ നല്ല പെർഫോമൻസുകളായിരുന്നു. കണ്ടില്ലേ, വാദ്യോപകരണങ്ങളെല്ലാം കൊണ്ട് ആ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുകയാണ്, അമ്പരപ്പിക്കുകയാണ്. ഇത്രയും കുഞ്ഞുങ്ങൾ, ആ കലാകാരന്മാർ ആ ഭിന്നശേഷിക്കാരായ മക്കളുടെ ഇടയിലും ഉണ്ട് എന്നുള്ളത് പുറലോകത്തെ അറിയിക്കാനുള്ളൊരു വേദിയും കൂടിയാണ് ഇങ്ങനെയുള്ള ഈ മാജിക് പ്ലാനറ്റ് പോലെയുള്ള ഓരോ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഒരു വേദി എന്ന് പറയുന്നത്. ശരിക്കും വളരെ സന്തോഷം തോന്നി. അവരും ഒരിക്കലും മാറ്റി നിർത്തേണ്ടവരല്ല, നമുക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടവർ തന്നെയാണ് ഇവർ. നമ്മളെക്കാളൊക്കെ എല്ലാ കഴിവും എല്ലാ പൂർണ്ണതയുമുള്ള നമ്മളെക്കാളും ഒക്കെ എന്തുകൊണ്ടും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കഴിവുകൾ കൂടുതലുള്ളവർ തന്നെയാണ് അവരും. അപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് എന്ന് വേണം പറയാൻ, ഡിസബിലിറ്റി എന്ന് പറയാൻ തോന്നുന്നേ ഇല്ല. അത്രയ്ക്കും മനോഹരവും നമ്മളെ അതിശയിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസുകളായിരുന്നു ആ മക്കളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മാജിക് പ്ലാനറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ പോയത് കരക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്കാണ്. മാജിക് പ്ലാനറ്റിൽ ഞാൻ കാണിച്ചത് കുറച്ചാണ്, കൂടുതലാണ് കാണിക്കാത്തത്. അപ്പോൾ അത് ഒരു ചെറിയ വീഡിയോയിലൊന്നും ഒതുങ്ങുന്ന കാഴ്ചകളല്ല, അത്രയും ഒരുപാടുണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ മാജിക് പ്ലാനറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലാണ്. അവിടെ ആദ്യം കുട്ടികൾ പാർക്കിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു, കളിച്ചു. അതിനുശേഷം നമ്മൾ അവരെയും കൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കത് ഗ്ലാസ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. ഒരുപാട് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു ഭയവും കൂടാതെ തന്നെ അതിലൂടെ പോവുകയും അങ്ങനെ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തു. അതേസമയം വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് താഴോട്ട് നോക്കുമ്പോൾ പേടിയാവുന്നു എന്ന് പറഞ്ഞത്. എന്തായാലും അവിടെ പോയി നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകൾ മനോഹരമായിരുന്നു. നമ്മൾ അത്രയും പൊക്കത്തിലാണ് നിൽക്കുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സീനറിയും നല്ല രസമായിരുന്നു. താഴെ ആർട്ടിഫിഷ്യലായിട്ട് തീർത്തിരിക്കുന്ന എയ്റോപ്ലെയിനും താഴത്തെ സ്വിമ്മിംഗ് പൂളും അങ്ങനെയുള്ള കുറച്ച് ഏരിയ ആയിരുന്നു, രസമായിരുന്നു. പാർക്കിൻ്റെ ഒരു ഭാഗത്തായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയകളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ അവിടം വരെ എത്തിയില്ലേ, പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറയ്ക്കണ്ട എന്ന് കരുതിയിട്ട് അങ്ങനെ ജസീറ ടീച്ചറും ഞാനും കൂടി അതിലൊക്കെ കയറി ഒന്ന് പയറ്റി നോക്കുകയാണ്.
എല്ലാം കൊണ്ടും നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു. നമ്മുടെ മക്കളും അതുപോലെ ഇരട്ടി ഹാപ്പി ആയിരുന്നു. അവരുടെ ഹാപ്പിനെസ് കാണുമ്പോഴാണ് നമ്മളും കുറച്ചും കൂടി എനർജറ്റിക് ആവുന്നത്, ആക്റ്റീവ് ആകുന്നത്. ഇതൊക്കെ കണ്ട് ഈ കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തു. എല്ലാ കുഞ്ഞുങ്ങളും അതൊക്കെ കഴിച്ചു, നമ്മളും കഴിച്ചു. അതിനുശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ടൂറുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.